കാട്ടാനകൾ മണിയനെ കുത്തിക്കൊല്ലുകയായിരുന്നു. പ്രദേശവാസികളോട് ഏറെ ഇണങ്ങിയിരുന്ന കാട്ടുകൊമ്പനാണ് മണിയൻ ആന. ആനയുടെ ജഡം കാട്ടിൽ തന്നെ സംസ്കരിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഒരു മൈതാനം മുഴുവൻ പൂക്കളമായി. പൂക്കളത്തിൽ വീണ്ടും ജീവിക്കുന്ന മണിയന്റെ ഓർമ്മ. കണ്ണെത്താ ദൂരത്തോളം പൂക്കൾ. ഇതൊരു സാധാരണ അത്തപ്പൂക്കളമല്ല. ഒരു മൈതാനം തന്നെ പൂക്കളമായി മാറിയ വയനാട്ടിലെ വിസ്മയ കാഴ്ച. എന്നാൽ ഈ പൂക്കളത്തിന്റെ ഭംഗിക്കപ്പുറം വയനാട്ടുകാരുടെ മനസ്സിൽ തൊടുന്ന മറ്റൊരു കഥ കൂടി ഇതിലുണ്ട്. മണിയൻ എന്ന കാട്ടാനയുടെ ഓർമ്മ. വയനാട് ഇരുളത്തൊരുക്കിയ ഈ ഭീമൻ അത്തപ്പൂക്കളം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ വർണ്ണചിത്രം പോലെയാണ്. മഞ്ഞയും ഓറഞ്ചും ചുവപ്പും പച്ചയുമെല്ലാം ചേർന്ന പൂക്കളുടെ നടുവിൽ ഒരു കാട്ടാനയുടെ വലിയ രൂപവും കാണാം. ആ ആന വെറുമൊരു അലങ്കാര ചിത്രമല്ല, വയനാട്ടുകാരുടെ പ്രിയപ്പെട്ട മണിയൻ എന്ന കാട്ടാനയെയാണ് പൂക്കളത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. വനത്തിൽ ജീവിച്ചിരുന്ന കാട്ടാനയായിരുന്നുവെങ്കിലും നാട്ടുകാർക്ക് മണിയനെ പേടിയുണ്ടായിരുന്നില്ല. മനുഷ്യരോട് അസാധാരണമായ അടുപ്പവും ശാന്ത സ്വഭാവവും പുലർത്തിയിരുന്ന ആനയെന്ന നിലയിലാണ് മണിയനെ നാട്ടുകാർ ഇന്നും ഓർക്കുന്നത്. ആളുകൾ അടുത്തെത്തിയാലും പ്രകോപിതനാകാതെ ആരെയും ഉപദ്രവിക്കാതെ നടന്നിരുന്ന സാധുവായ കൊമ്പൻ. അതുകൊണ്ട് തന്നെ ഒരു കാട്ടാന എന്നതിനപ്പുറം വയനാട്ടുകാരുടെ സ്വന്തം മണിയനായി അവൻ മാറി. പക്ഷേ ആ സ്നേഹബന്ധത്തിന് ഒരു ദിവസം അപ്രതീക്ഷിതമായ അവസാനമുണ്ടായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കാട്ടാനയും ഉണ്ടായ ഏറ്റുമുട്ടലിൽ മണിയന് ഗുരുതരമായി പരിക്കേറ്റു. ഒടുവിൽ വയനാട്ടുകാരെ വേദനയിലാഴ്ത്തി മണിയൻ വിട പറഞ്ഞു. കാലം കടന്നുപോയെങ്കിലും മണിയന്റെ ഓർമ്മ നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് ഇത്തവണത്തെ ഈ അത്തപ്പൂക്കളം. ആയിരക്കണക്കിന് പൂക്കൾക്കിടയിൽ മണിയന്റെ രൂപം വീണ്ടും വിരിഞ്ഞിരിക്കുകയാണ്.